ഞാൻ എന്റെ വീട്ടിലോട്ടൊന്ന് പൊയ്ക്കോട്ടെ അമ്മ. കുറെ ദിവസമായി പോയിട്ട് അമ്മയും അച്ഛനെയൊക്കെ കാണാൻ കൊതിയാവണമ്മ. അയ്യോ വീട്ടിൽ പോണതാ? ഇത്രയും ദിവസം നിനക്ക് വീട്ടിലൊന്നും പോകണ്ടായിരുന്നു. നിനക്ക് എന്റെ മോള് വരണം അറിഞ്ഞ അന്ന് തന്നെ നിനക്ക് വീട്ടിൽ പോണോ? ദൈവമേ, വീട്ടിൽ പോകണം. എനിക്ക് വൈകുന്നേരം കേൾക്കണം ഞാൻ. അയ്യോ, അവള് വരണമെന്ന് ഞാൻ അറിഞ്ഞില്ല അമ്മ. ഈ അറിയാത്ത കാര്യങ്ങൾ പറയല്ലേ അമ്മ. ഞാൻ അറിഞ്ഞില്ല അവള് പറഞ്ഞ കാര്യം. അവൾ എപ്പോഴും വരും? ഓ, എപ്പോഴും വരും. ഒന്നും പറഞ്ഞില്ലേ അവളിന്ന് വരുമെന്ന്? ഓ, അവൾ ഇന്ന് തന്നെ അവള് വീട്ടിൽ പോകാൻ പോണു. കുറെ ദിവസമായി അമ്മ പോയിട്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ അവള് പറഞ്ഞ കാര്യമൊന്നും അറിഞ്ഞില്ല. അവള് വന്നിട്ട് എന്ന് പോവും അമ്മ? അയ്യേ, പെണ്ണ് വന്നില്ല. അതിന് മുന്നേ ചോദിക്കണം വന്നിട്ട് എന്ന് പോകുന്നു. നിനക്ക് നാണമില്ലല്ല? അല്ലെങ്കിൽ ആകെ കൂടെ ഒരു നാത്തൂനാണ് ഉള്ളത്. അതിനെ എങ്ങനെയെങ്കിലും നോക്കി പരിപാലിച്ച് വിടണോ? അവളെ വീട്ടിൽ പോകാൻ നിൽക്കണം. എനിക്കൊന്നും പറയാനില്ല. അയ്യോ അതല്ലമ്മ, അവള് വന്നിട്ട് പോയതിന് ശേഷം ഞാൻ പൊയ്ക്കോളാം. അതുകൊണ്ട് ചോദിച്ചതാണ്, അല്ലാതെ അവള് പറഞ്ഞോണ്ടല്ല. ഓ, അങ്ങനെ വന്നിട്ട് ഉടനെ അന്ന് തുറന്ന് പോവാൻ വീട്ടിൽ പോവാൻ. വീട്ടിൽ അവിടെ എന്ത് വല്ലതും വല്ലതും വെച്ചിരിക്കണം. വീട്ടില് ഇവിടെ എല്ലാ സൗകര്യം നിനക്കില്ല. പിന്നെ നിനക്ക് വീട്ടിൽ പോയിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? അവിടെ ഉള്ള ജോലികളെല്ലാം എന്റെ തലയിൽ ഇട്ട് പോവാൻ. ഇന്ന് നിൽക്കുകയാണെങ്കിൽ പണിയാണെന്ന് അറിയാം. അതുകൊണ്ട് നീ പോകാൻ നിൽക്കണം. എടി, എനിക്ക് എല്ലാം അറിയാം. അമ്മയ്ക്ക് ഞാൻ ശത്രുവാണോ അമ്മ? ഇത്രയ്ക്ക് എന്തും എന്റെ അടുത്ത് ദേഷ്യം? എടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശത്രു തന്നെയാണ്. അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കേണ്ടത് നീ ഇറങ്ങി പോകണം. നീ അറിഞ്ഞില്ല എന്നുള്ള വാക്ക് നീ പറയരുത്.